7 വയസ്സായ മോളെ ഭഗവാൻ കാണാതിരിക്കുവോ? ഭഗവാൻ തന്നെയായിരിക്കില്ലേ കണ്ടിട്ടുണ്ടാവുക. എന്താ കഥ? കുറച്ച് വാക്കുകളിൽ ഒരു അനുഭവം വന്നു. പക്ഷേ 7 വയസ്സ് കഴിഞ്ഞ മാസം അതായത് ജനുവരി 25-ന് ക്ഷേത്രത്തിൽ പോയിരുന്ന സഹോദരി മോളുടെ അനുഭവം അവരമ്മ അയച്ചു തന്നാണ്. എനിക്ക് പറയാനുള്ളത് എൻ്റെ മോളുടെ അനുഭവമാണ്. 7 വയസ്സ് കഴിഞ്ഞ മാസം അതായത് ജനുവരി 25-ന് ട്ടോ. അന്ന് ക്ഷേത്രത്തിൽ പോയിരുന്നു. അന്ന് അവിടെ നല്ല തിരക്കാണ്. 3 മണിയൊക്കെ ആയപ്പോൾ പുറത്ത് കൊടിമരത്തിൻ്റെ അടുത്ത് നിന്ന് തൊഴുന്ന സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന കാണിക്ക വെച്ച സാധനങ്ങൾ എടുത്തു മാറ്റുന്നുണ്ടായിരുന്നു ട്ടോ. അതിലൊരാള് മോൾക്ക് ഒരു മയിൽപ്പീലിയും ഒരു മുല്ലപ്പൂ മാലയും കൊടുത്തു. ആളെ കണ്ടപ്പോൾ തന്നെ മോൾക്ക് അത്ഭുതം തോന്നി. കാണുമ്പോൾ തന്നെ അത്ര ചൈതന്യവും കണ്ണൻ നേരിട്ട് വന്ന് കൊടുത്തു എന്നായിരുന്നു മോളുടെ വിശ്വാസം. അതെ, ആ വിശ്വാസം തിരുത്താൻ ഞാൻ നിന്നില്ല. അതെ, കണ്ണൻ തന്നെയാണ് കൊടുത്തത്. മോളൊരു ഡാൻസറാണ് ട്ടോ. കുറേ തവണ കണ്ണൻ്റെ വേഷത്തിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതിന് കണ്ണൻ കൊടുത്തതാണ് മയിൽപ്പീലി. ആ 7 വയസ്സുള്ള മോളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിഷ്കളങ്കമായിട്ട് കണ്ണൻ തന്ന സമ്മാനമാണ് ഇത് എന്ന് പ്രതീക്ഷിച്ച് മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്ന എന്താ പറയേണ്ടത്, ഒന്നും പറയാനില്ല. അത്രയും വളരെ ഇഷ്ടപ്പെട്ടു. വളരെ വളരെ എന്താ കഥ. ഇതൊക്കെയാണ് അനുഭവങ്ങളല്ലേ. കുഞ്ഞുമോളുടെ അനുഭവം നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കട്ടോ. എല്ലാവരും കേൾക്കട്ടെ. ഇതൊക്കെയല്ലേ മക്കളുടെ സന്തോഷമല്ലേ. കണ്ണന് സന്തോഷം, കണ്ണൻ്റെ സന്തോഷം, അമ്മമാരുടെ സന്തോഷം, നമുക്കും സന്തോഷം. ഒന്നും പറയാനില്ല. പിന്നെ ഗ്രൂപ്പിൽ വരുന്നതിനെ പറ്റി ഡീറ്റെയിൽസ് ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത്. യൂട്യൂബ്, ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഫേസ്ബുക്കിലെ സബ്സ്ക്രിപ്ഷനിലൂടെയും നിങ്ങൾക്ക് വരാം. പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഗ്രൂപ്പിൽ. പൂജാലങ്കാരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. സമ്മാനങ്ങളുണ്ട്. പിന്നെ കുറേ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഹരേ കൃഷ്ണ.